ഓരോരോ കാലത്ത് സഭയ്ക്ക് നൽകിയിട്ടുള്ള അഴിക്കാനും ബന്ധിക്കാനുമുള്ള അധികാരം വെച്ചുകൊണ്ട് സഭ നമ്മുടെ തിരിച്ചു ചെല്ലല്, ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലല് സുഗമമാക്കും. എവിടെയെങ്കിലുമൊക്കെ ചില സമയത്ത് ചില തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ കന്യാത്വത്തെക്കുറിച്ചോ ദൈവമാതൃത്വത്തെക്കുറിച്ചോ അമലോത്ഭവത്തെക്കുറിച്ചോ ഓരോ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാരുടെ എതിർ ചിന്തകളൊക്കെ വരും. അപ്പോൾ ആ എതിർ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ യാത്രകളെ അത് ദുർഗമനം ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറക്കും. അപ്പോൾ സഭയാണ് ഈ തടസ്സങ്ങൾ മാറ്റുന്നത്. എന്ത് ചെയ്യും? സഭ പറയും ഇന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് പറയും. ഇന്നതാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ സഭ എന്താ പറഞ്ഞിരിക്കുന്നത്? മീഡിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകര മാധ്യസ്ഥം. രണ്ടു തരം മാധ്യസ്ഥമുണ്ട്. മലയാളത്തിലെല്ലാം മാധ്യസ്ഥം എന്നാണ് പറയണമെങ്കിലും അപേക്ഷാ മാധ്യസ്ഥമുണ്ട്, പ്രാർത്ഥനാ മാധ്യസ്ഥമുണ്ട്, രക്ഷാകര ദൗത്യ മാധ്യസ്ഥമുണ്ട്. എന്ന് വെച്ചാൽ രക്ഷാകര ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാകര ദൗത്യം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ആരോടാണ് ചെയ്തത്? ദൈവത്തോടാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ വചനം ലംഘിക്കുകയാണ് ചെയ്തത്. ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യപ്രകൃതിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പരിഹാരം ചെയ്യണം. അങ്ങനെയാണ് ക്രിസ്തു മധ്യസ്ഥനാകുന്നത്. അതാണ് ഏക മധ്യസ്ഥൻ. മനസ്സിലായില്ലേ? ഏക മധ്യസ്ഥൻ എന്ന് മീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർദൂലിയ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല, അതിതീഷ്ണ വണക്കം. മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ ഏറ്റവും ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും. കാര്യം മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാനായിലെ കല്യാണത്തിലെ അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം എന്തു ചെയ്യും? വായ്പ മേടിച്ച് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാണം കെട്ട് പിരിയും. വേറെ ഒന്നും സംഭവിക്കണേ? ഒന്നാമത്തിൽ ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റെഫറൻസിലില്ല. കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അതാണ് വിഷയം. ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ. മനുഷ്യാവതാര രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. ഇനി അവൻ്റെ നാമത്തിൽ ആരെല്ലാം വിശ്വസിച്ച്? ആദ്യം വിശ്വസിച്ചത് ആരാണ്? അമ്മയാണ് വിശ്വസിച്ചത് അവൻ്റെ നാമത്തിനെ. നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണേ. ഫസ്റ്റായിട്ട് അമ്മ ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ക്രിസ്തു നേടിയെടുക്കാനിരുന്ന കൃപ ആദ്യമേ അമ്മയ്ക്ക് ഈശോ കൊടുക്കും അഡ്വാൻസായിട്ട്. അതാണ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ആ കൃപ അതാണ് ക്രിസ്തു വഴി നേടിയെടുക്കാനിരുന്ന കൃപയുടെ ആദ്യ പങ്കാളിയാണ് അമ്മ. കൃപയുടെ ഏറ്റവും വലിയ നദിയാണ് ക്രിസ്തു നേടിയെടുത്ത കൃപയുടെ ആ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യരാശിയിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ കൃപയുടെ നദിയാണ് അമ്മ. അതുപോലെ തന്നെ വിശുദ്ധന്മാരിലുണ്ട് മാധ്യശക്തി. അപ്പം ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത കൃപകൾ അതനുസരിച്ചുള്ള വചന സരണിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ജീവിതം, ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അതിന് കൃപ ആവശ്യമാണ്. അടിസ്ഥാന കൃപയും ആർജിത കൃപയും ഉണ്ട്. ആർജിത കൃപ എന്ന് പറയുന്നതും ദൈവശക്തി തന്നെയാണ്. അതെങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യണതാണ് ആർജിത കൃപ. അവൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അവൻ പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം. ഇപ്പം വിശ്വസിച്ച സുവിശേഷം കൈമാറുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുകളുണ്ട്. എന്തെല്ലാം ടൈറ്റിലാണ് ഉണ്ടത്? നിത്യകന്യക ഒരു ടൈറ്റിലാണ്, ദൈവമാതാവ് ഒരു ടൈറ്റിലാണ്, അമലോത്ഭവം ഒരു ടൈറ്റിലാണ്. ഈ ടൈറ്റിലൊക്കെ ഓളോണേഴ്സാൻ കിട്ടിയതാണ്. അല്ല, അമലോത്ഭവം എന്ന് പറയുന്നത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ് ആദ്യത്തെ. വിശുദ്ധ എബ്രേം പിതാവാണ് 4-ാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും. അതിനുശേഷം സഭ 10-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞത്. സഭയല്ല, ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത്. ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് 11-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമലോത്ഭവയാണെന്ന്. അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് 1854 സഭ അമലോത്ഭവയാണെന്ന് റോം പറയണത്. വിഷയം അതിൻ്റെ പ്രോസസ്സ് അതാണ്.
അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ്, അതൊന്നും അവസാന വാക്കല്ല, അതെല്ലാം പ്രോസസ്സിലാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് കാലത്തെ പ്രബോധനാധികാരം. അതിന് കത്തോലിക്ക സഭ എല്ലായിടത്തും കത്തോലിക്കമാണല്ല. കത്തോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അന്റാർട്ടിക്കയിലും വിശ്വസിക്കുന്നത്. ഒറ്റ വിശ്വാസം. എന്താ കാര്യം? അത് സഭയുടെ അപ്പോസ്തലിക പ്രബോധന അധികാരമാണ്. എന്താണ്? അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിന് തിരുസഭ എന്നാണ് പറയണത്, അതിനെ ഹോളി ചർച്ച് എന്ന് പറയണ കാര്യം. ദൈവത്തിൻ്റെ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ, അതാണ് വിഷയം. പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് സഭയാണ് ഉള്ളത്. കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത്. കാര്യം എന്താണ്? കത്തോലിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ വരെ ചരിത്രത്തിലൂടെ കൃത്യമായിട്ട് കൃപ കൈമാറി വന്നിട്ടുള്ള ചരിത്രരേഖകൾ എപ്പോഴും നമ്മൾ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ കഴിയണത് ദൈവാനുഗ്രഹമാണ്. സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷ വിഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് കറക്ഷനാണ് നൽകിയിരിക്കണേ. ഇപ്പം ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ്. ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താ? ആ ക്യാപിറ്റൽ ടൈറ്റിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ബൈബിളിൽ ഇൻബിൽറ്റാണ് ക്യാപിറ്റൽ ടൈറ്റിൽ. എന്താണത്? ദ മദർ ഓഫ് ജീസസ്. യേശുവിൻ്റെ അമ്മയും അവിടെ, മറിയം അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണത്, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അണ്ടർസ്റ്റുഡാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കണം? അവസാനം യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ് വരെ, പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരം വഹിച്ചുകൊണ്ട് ദേവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ, ആ അമ്മയാണ് ദൈവം അവസാനം ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത്. യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്നിട്ട് ടൈറ്റിലുകളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ്. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ വരും. അതിന് നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ്. ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. ഈ അമ്മയാണ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സുവിശേഷ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയിൽ നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മയെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന നമുക്ക്. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ്? സഭയല്ല, പിന്നെ ആരാണ്? ഈശോയാണ്. അതാ വിഷയം. അതിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്താ വിഷയം? ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത്. എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ മനുഷ്യന്മാരായത് കാരണം മാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാകാതിരിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. യേശു അങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ്റെ നടപടിയെന്ന് പറയണത് മനുഷ്യരാശിയുടെ പാപത്തിനാണ്, മനുഷ്യരാശിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ എക്കാലങ്ങളിലുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവത്താൽ നിയമിതനായവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൻ നിശബ്ദമായി സർവ്വസമർപ്പണത്തോട് സഹകരിച്ചത് കൊണ്ടാണ് അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷയായത്. അതുകൊണ്ട് തന്നെ അവന് ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുത്തത്. അതുകൊണ്ട് അവനാണ് പൂർണ്ണ പ്രസാദങ്ങളുടെ മധ്യസ്ഥനെന്ന് പറയണത്. അത് ആ സ്ഥാനം ആർക്കുമില്ല. കാര്യം എന്താ? അവനാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവാണ് അവന് പൂർണ്ണ പ്രസാദം കൊടുത്തിരിക്കുന്നത്. ആ രക്ഷാകരം നടപടിക്രമം. കാര്യം അവൻ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന് ഇടയിലും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനുമാണ്. യേശുവിനെ
സാധാരണ മനുഷ്യൻ്റെ കപ്പ കഞ്ഞി വീട് ജോലി വിവാഹം എന്നുള്ള കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാക്കി മാറ്റാൻ വേണ്ടി വളരെ സാധാന്യമായ ഒരു ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിന് അടിപ്പെട്ട് പോയിട്ടുണ്ട്. ക്രിസ്തു അത് പലപ്പോഴും തിരുത്തിയിട്ടുമുണ്ട്. എന്താ കാര്യം? ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞ്? പിതൃസ്വത്ത് ഞാനുമായിട്ട് ഭാഗിക്കാൻ നീ എൻ്റെ ജ്യേഷ്ഠനോട് പറയണം. അപ്പം ഈശോ എന്താ മറുപടി പറഞ്ഞത്? യേശു അവനോട് ചോദിച്ചു. അവിടെ യേശു ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥാകുന്നില്ല. അതല്ല യേശുവിൻ്റെ ദൗത്യം. അതാണ് വിശേഷം. എന്താ പറയണത്? ഹേ മനുഷ്യ, പറഞ്ഞേ, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇത് അതായത് നിത്യരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചെടുക്കുന്നതിനും നിത്യജീവനിലേക്ക് അവനെ കരകയറ്റുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യോപകാരം ചെയ്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കൊച്ചു കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാനും ഒരു ബലപ്രയോഗം എക്കാലങ്ങളിലും ഉണ്ടാകും. നമ്മൾ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പലരും പരിശുദ്ധ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം, പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും പിശാ പുതുക്കണമെന്ന് പറയും. പരിശുദ്ധ കുർബാന എന്തിനാണ്? എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അതായത് പിതാക്കന്മാർ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. അപ്പം നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം. നിത്യജീവനാണ് കുർബാന ഉദ്ദേശമെങ്കിലും കുർബാനയിൽ ഈ കുർബാന പങ്കെടുക്കുന്ന അണ്ണന്മാരെന്താ ചെയ്തിരിക്കണത്? അവരുടെ ജോലി, വീട്, വിവാഹം, നൊവേനെ പറയുന്ന കാര്യമെല്ലാം കുർബാനയെ പറയും. കാര്യം എന്താ വിഷയം? അത് പറയേണ്ടെന്നല്ല. ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയണത്, നിത്യജീവൻ, ക്രിസ്തു നേടിയെടുത്ത നിത്യജീവനോട് നിങ്ങൾക്ക് എന്തുമാത്രം ഐക്യദാർഢ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ സഹന ബലിയോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമാണ്. അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള മനസ്സുകൊണ്ടുള്ള യോജിപ്പാണ്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പൂർത്തീകരണമാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവഹിതം. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യ ജീവിതം. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ്? അമ്മയെപ്പോലെ ആരുമില്ല. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളൂ.